കോഴിക്കോട് മൂന്നാലിങ്കലിൽ പിതാവ് മകനെ കുത്തി പരിക്കേൽപ്പിച്ചു. പള്ളിക്കണ്ടി സ്വദേശി യാസിൻ അറാഫത്തിനാണ് കുത്തേറ്റത്. പിതാവ് അബൂബക്കർ സിദ്ദിഖും മറ്റൊരു മകൻ മുഹമ്മദ് ജാബിറും കസ്റ്റഡിയിലാണ്. മകൻ ആക്രമിക്കാൻ എത്തിയപ്പോൾ കുത്തിയതാണെന്നാണ് പിതാവ് മൊഴി നൽകിയിരിക്കുന്നത്. സിനോജ് തോമസ് നൽകും വിവരങ്ങൾ. സിനോജ്, എന്താണ് പോലീസ് പറയുന്നത്? ശ്രുതി, 11:30-ക്കാണ് ഈ സംഭവം നടക്കുന്നത്. പള്ളിക്കണ്ടി സ്വദേശികളാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതായത് മൂന്നാലിങ്കൽ ഭാഗത്ത് ഒരു തട്ടുകട നടത്തുന്ന കുടുംബമാണ്. അവിടെ തട്ടുകടയിൽ ഉൾപ്പെടെ എത്തി ഈ മകൻ 28 വയസ്സുള്ള യാസിൻ അറാഫത്ത് നിരന്തരം ശല്യം ചെയ്യാറുണ്ടെന്നാണ് പിതാവും സഹോദരൻ ജാബിറും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വീട്ടിലും ശല്യമുണ്ടായിരുന്നു. ഇതിനു മുൻപും ടൗൺ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ ഇവർ പരാതി നൽകിയിരുന്നു. അതായത് മകൻ ലഹരിക്ക് അടിമയാണ്, വീട്ടിൽ ഉൾപ്പെടെ ശല്യം ചെയ്യുന്നത് പരാതി നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് 11:30 മണിക്ക് മൂന്നാലിങ്കിൽ വെച്ച് ഇത്തരത്തിൽ വീണ്ടും ശല്യം ചെയ്യാൻ വേണ്ടി യാസിൻ അറാഫത്ത് എത്തിയ സമയത്ത് പിതാവ് അബൂബക്കർ സിദ്ദിഖ് അദ്ദേഹത്തെ കുത്തുന്നത്. അതായത് വയറിന്റെ വലത് ഭാഗത്താണ് കുത്ത് ഏറ്റിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെയായിരുന്നു ബീച്ച് ജനറൽ ആശുപത്രി. ഉടൻ തന്നെ ബീച്ച് ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. മുറിവ് ഗുരുതരമല്ല എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പരാതിയില്ല എന്ന് പോലീസിനോട് ഈ കുത്തേറ്റ മകൻ പറഞ്ഞിട്ടുണ്ട്. പോലീസ് ഏതായാലും ഈ സംഭവം ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. കാരണം ഇത് നിരന്തരം ഒരു പരാതിയായിട്ട് പോലീസിന് മുൻപിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഒരു കത്തിക്കുത്തിൽ കലാശിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പിതാവിനെ മറ്റൊരു മകനായ ജാബിറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ശ്രുതി. സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മൂന്നാലിങ്കലാണ് പിതാവ് മകനെ കുത്തിയത്.